കൂട്ടുകാരുമൊത്ത് പുറത്തു പോകുമ്പോൾ ആകെ ചിലവായ തുക തുല്യമായി പങ്കിടാൻ ബുദ്ധിമുട്ടുന്നുണ്ടോ? ജിപേയിൽ തന്നെ ഇതിന് സൗകര്യമുണ്ട്. ന്യൂ പേയ്മെന്റ് എന്നതിൽ ക്ലിക്ക് ചെയ്ത് ഒരു ന്യൂ ഗ്രൂപ്പ് ഉണ്ടാക്കി സുഹൃത്തുക്കളെ ചേർത്താൽ മതി. ആര് പണം തന്നു, ആര് തരാനുണ്ട് എന്നെല്ലാം ഇതിലൂടെ ട്രാക്ക് ചെയ്യാം. യാത്രയിലും മറ്റും ഇത് വളരെ ഉപകാരപ്രദമാണ്. ജിപേയിലെ എല്ലാ ഇടപാടുകൾക്കും ഒരുപക്ഷെ റിവാർഡ് കിട്ടിയെന്ന് വരില്ല. എന്നാൽ ചില ഇടപാടുകൾക്ക്, പ്രത്യേകിച്ച് മൊബൈൽ റീചാർജ്, ഇലക്ട്രിസിറ്റി ബിൽ പോലെയുള്ളവ അടയ്ക്കുമ്പോൾ നിങ്ങൾക്ക് സ്ക്രാച്ച് കാർഡുകൾ ലഭിക്കാൻ സാധ്യതയുണ്ട്. ഇതിലൂടെ ക്യാഷ് ബാക്ക്, മറ്റു ബ്രാൻഡുകളുടെ ഡിസ്കൗണ്ട് കൂപ്പണുകളോ നേടാനാകും. ഇടയ്ക്കിടെ ജിപേയിലെ റിവാർഡ് സെക്ഷൻ ഒന്ന് പരിശോധിക്കുന്നത് നല്ലതാണ്. ഓട്ടോ പേ ഫീച്ചർ. നെറ്റ്ഫ്ലിക്സ്, സ്പോട്ടിഫൈ, യൂട്യൂബ് പ്രീമിയം പോലെയുള്ള സബ്സ്ക്രിപ്ഷനുകളുടെ പേയ്മെന്റ് ഡേറ്റ് ഓർത്തു വെക്കാൻ ബുദ്ധിമുട്ടുന്നുണ്ടോ? ഗൂഗിൾ പേ വഴി നിങ്ങൾക്ക് ഓട്ടോ പേ സെറ്റ് ചെയ്യാം. നിങ്ങളുടെ പ്രൊഫൈൽ ചിത്രത്തിൽ ക്ലിക്ക് ചെയ്ത് ഓട്ടോ പേ ഓപ്ഷൻ തിരഞ്ഞെടുത്താൽ നിങ്ങളുടെ സബ്സ്ക്രിപ്ഷനുകൾ മാനേജ് ചെയ്യാനും കൃത്യസമയത്ത് പണം അടയ്ക്കാനും സാധിക്കും. ഇനി ഡേറ്റ് മറന്നു പോകുമെന്ന പേടി വേണ്ട. ബാങ്ക് ബാലൻസ് അറിയാം. നിങ്ങളുടെ ലിങ്ക് ചെയ്ത ബാങ്ക് അക്കൗണ്ടിലെ ബാലൻസ് അറിയാൻ ബാങ്കിംഗ് ആപ്പിലോ വെബ്സൈറ്റിലോ ലോഗിൻ ചെയ്യേണ്ട ആവശ്യമില്ല. ജിപേയിൽ നിന്ന് തന്നെ നേരിട്ട് ബാലൻസ് ചെക്ക് ചെയ്യാം. പേയ്മെന്റ് മെത്തേഡ് എന്ന താഴെ നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ടിൽ ക്ലിക്ക് ചെയ്ത് വ്യൂ അക്കൗണ്ട് ബാലൻസ് തിരഞ്ഞെടുക്കുക. UPI പിൻ നൽകിയാൽ ഉടൻ തന്നെ ബാലൻസ് അറിയാം. പണം അയക്കുന്നതിന് മുൻപ് ബാലൻസ് ഉറപ്പുവരുത്താൻ ഇത് വളരെ എളുപ്പമുള്ള വഴിയാണ്. ഇടപാടുകൾ ഓർത്തു വെക്കാം. നിങ്ങൾ എന്തിനാണ് ഒരു പ്രത്യേക ഇടപാട് നടത്തിയത് എന്ന് പിന്നീട് ഓർത്തെടുക്കാൻ ബുദ്ധിമുട്ടുണ്ടോ? ജിപേ വഴി പണം അടയ്ക്കുമ്പോൾ ആ ഇടപാടിനെ കുറിച്ച് ഒരു ചെറിയ കുറിപ്പ് ചേർക്കാൻ സാധിക്കും. ഇത് ബഡ്ജറ്റ് ട്രാക്ക് ചെയ്യാനും മറ്റ് ആവശ്യങ്ങൾക്കും പിന്നീട് ഉപകാരപ്പെടും. പണം അയക്കുന്നതിന് തൊട്ടു മുൻപ് താഴെ കാണുന്ന ബോക്സിൽ നിങ്ങൾക്ക് ആവശ്യമുള്ള കുറിപ്പ്, അതൊരു ഇമേജ് ആയാൽ പോലും ടൈപ്പ് ചെയ്ത് ചേർക്കാം. അപ്പോൾ